ഭഗവത്ഗീത സാരാംശം കവിതാരൂപത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. 2004 പുണ്യദർശനം പുഷ്പവിഹാർ ക്ഷേത്ര മഹാത്മ്യം എന്ന പുസ്തകം ഞാൻ പുഷ്പവിഹാർ വെച്ച് പ്രകാശനം ചെയ്തിരുന്നു. അതിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ സുഹൃത്തായ തഴക്കര ആണ് അതിന് ആമുഖം എഴുതിയത്. അത് ഒരു അയ്യപ്പൻ സ്പെഷ്യലാക്കി മാറ്റണം എന്ന് പറഞ്ഞ് അന്ന് മാറ്റിയതാണ്. അത് പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ധാരാളം കൊടുത്തിരുന്നു. ചില സ്ഥലങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ നിന്ന് അവതരിപ്പിക്കുക 2 ഭാഗങ്ങളായിട്ട് അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. 52 ശ്ലോകങ്ങളോളമുണ്ട് മലയാളത്തിലുള്ള. അത് 2 ഭാഗമായിട്ട്. ഒന്നാമത്തെ ഒരു കീർത്തനമാണ്. കാർമുകിൽ വന്ന നിൻ തിരുമൊഴി കേട്ടു ഞാൻ ആലസ്യമറ്റുണർന്നു കണ്ണ, ഞാൻ ആലസ്യമറ്റുണർന്നു. സാരഥിയായിട്ടോ നീ എനിക്കുള്ളപ്പോൾ കുണ്ഠിതമെന്തെനിക്കുന്നു കണ്ണ, പാർത്ഥനു സാരഥിയായി വന്ന നീ എൻ്റെ മാനസത്തേരു തെളിച്ചിടേണം. ദേവാ നിന്തിരുമൊഴികൾ വർണ്ണിച്ചിടാൻ എനിക്ക് ദണ്ണമില്ലൊട്ടുമീ കണ്ണൻ കനിഞ്ഞ മൂലം. കുരുക്ഷേത്രഭൂമി തന്നിൽ കൗന്ദേയനോടു ചേർന്നു പോരിനൊരുങ്ങി നിന്ന കഥകളെല്ലാം കാതരയായിത്തീർന്നു. കർമ്മം ത്യജിച്ച നാളിൽ കൗന്ദേയനോടു നീ മന്ത്രമോദി, കർമ്മമന്ത്രമോദി. പാർത്ഥനു ശസ്ത്രമായി ശാസ്ത്രം ചമച്ച നീ പൃഥ്വിയിൽ ഗീതയായി അവതരിച്ചോ. അർജുനനെ അങ്ങോ ശസ്ത്രമായി തീർത്തു നീ ശത്രു സംഹാരം നടത്തിയില്ലേ. ലോകത്തിനേകി നീ ദിവ്യപ്രകാശം പാർത്ഥൻ്റെ തേർത്തടം തന്നിലേറി, പാർത്ഥൻ്റെ തേർത്തടം തന്നിലേറി. ഇനിയും ഗീതയിലേക്ക് കടക്കുകയാണ്. കർമ്മവും ധർമ്മവും മറ്റുരച്ചിടുന്ന കർമ്മകാണ്ഡത്തിൽ കുഴഞ്ഞു വീണു പാർത്ഥൻ, കർമ്മകാണ്ഡത്തിൽ കുഴഞ്ഞു വീണു. കൈകളിൽ നിന്നെതിർന്നോ ഗാണ്ഡീവം അർജുനൻ്റെ ദേഹം തളർന്നു പോയി, തേരിൽ തളർന്നു വീണു. കാട്ടിൽ തളർന്നതില്ല അജ്ഞാതവാസത്തിലും ലാക്ഷാഗൃഹത്തിലും തോറ്റതില്ല അർജുനൻ. സാരഥിയായിട്ടവൻ തേരിൽ നിറഞ്ഞു നിൽക്കേ തേർത്തടം തന്നിൽ വീണു പാർത്ഥൻ ഹതാശനായി. പാരമ്പരവശനായൊരു പാർത്ഥൻ തേരതിലങ്ങു തളർന്നു കിടന്നു. പാരിടമാകെ കാക്കും കണ്ണൻ സാരഥിയാകിയ തേരതു തന്നിൽ പതിച്ചു ഗാന്ധീവവും പാർത്ഥനോടൊപ്പമായി. ക്ഷയിച്ചു ചൈതന്യവും ദേഹവും ശുഷ്കമായി. ഭ്രമിച്ചു പാർത്ഥൻ നിമിത്തങ്ങളും വിപരീതമായി. ഉരച്ചു പദങ്ങളേറെ ക്ഷയിച്ച ഭാവങ്ങളോടെ സാരമെന്നോർത്തു ചൊല്ലി വ്യർത്ഥമാം ജൽപ്പനങ്ങൾ ശാന്തനായി കേട്ടു കണ്ണൻ സാന്ത്വനം ചൊല്ലിടാനായി. സാരമെന്നോർത്തു ചൊല്ലി വ്യർത്ഥമാം ജൽപ്പനങ്ങൾ ശാന്തനായി കേട്ടു കണ്ണൻ സാന്ത്വനം ചൊല്ലിടാനായി. കാമ്യമല്ലൊട്ടുമിന്നീ രാജ്യവും ഭോഗങ്ങളും ത്യാജ്യമത്രേ ഫലങ്ങൾ ക്രൂരകർമ്മഫലങ്ങൾ.
ബന്ധുക്കളാണിവേരൻ സോദരും പുത്രരുമായി, ബന്ധുക്കളാണിവേരൻ സോദരും പുത്രരുമായി, ഭീഷ്മപിതാമഹൻ്റെ പിന്നിൽ നിരന്നിടുവോർ വന്യവയോധികനാം ബ്രാഹ്മണ ശ്രേഷ്ഠനാകും. ആചാര്യദ്രോണരൊപ്പം പുത്രനും മുൻപിലുണ്ട്. പൂജ്യഭൂപാലരായ ഒട്ടേറെ ബന്ധുക്കളും യുദ്ധസന്നദ്ധരായി തേരിൽ തെളിഞ്ഞു കാണാം. ശത്രുത്വമില്ലെനിക്ക് മിത്രങ്ങളോടു തെല്ലും, ധർമ്മമല്ലിന്നു യുദ്ധം സന്യാസമാണു ശ്രേഷ്ഠം, ധർമ്മമല്ലിന്നു യുദ്ധം സന്യാസമാണു ശ്രേഷ്ഠം. ഒന്നാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. ഭഗവത്ഗീതയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗമാണ്. ശരിക്ക് ആ അധ്യായം ആണ് ഇത്രയും 19 ചതുഷ്പാദികൾ കൊണ്ട് വർണ്ണിച്ചത്. രണ്ടാമത്തെ അധ്യായമാണ് ഭഗവത്ഗീത. ഭഗവാൻ അർജുനന് അതിന് മറുപടി കൊടുക്കുന്നു. പിന്നീടുള്ള 1ഉം 2ഉം കഴിഞ്ഞ് 16 അധ്യായങ്ങൾ അത് മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. രണ്ടാം അധ്യായത്തിലെ സംബന്ധിച്ച് അർജുനനുണ്ടായ സംശയങ്ങൾക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇത്തരത്തിൽ ഒരു മതഗ്രന്ഥം ലോകത്തിൽ മറ്റെങ്ങും കണ്ടെത്തുക സാധ്യമല്ല. ശരിക്കും ഒരു യുക്തിവാദ സംവാദം പോലെയാണ് ഭഗവത്ഗീത നടക്കുന്നത്. എന്നിട്ടോ അവസാനം എന്താണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്? ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. നീ നിൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നിനക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന ലോകത്തിലെ മറ്റൊരു ഗ്രന്ഥവും, ഒരു മതഗ്രന്ഥവും, ഒരു ഉപദേശവും, ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ്, നീ അതുപോലെ ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും, നിനക്ക് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ നിനക്ക് സുഖം കിട്ടും, അല്ലെങ്കിൽ നിനക്ക് നരകം കിട്ടും എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളാണ് എല്ലാ ഗ്രന്ഥങ്ങളും. ഭഗവത്ഗീത മാത്രമാണ് ഇത്തരത്തിൽ, അതായത് വേദാന്തമാണ്, വേദാന്ത സാരമാണ് ഭഗവത്ഗീത. ഭാരതീയ സനാതന ധർമ്മത്തിൻ്റെ കാതലാണ്. ഭാരതീയ ധർമ്മത്തിന് മാത്രമേ ഇപ്രകാരം പറയുവാൻ കഴിയൂ. നമസ്കാരം.